പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. Adore you, Jesus. Worship you, Jesus Christ, the omnipotent Lord. യോഹന്നാൻ 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവ ഭയത്തിൽ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ വെളിച്ചത്തിൽ നടക്കണം. ഐ ആം ദ ലൈറ്റ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തൊരു ബുക്ക് സ്റ്റോളിലോട്ട് പോയി. സാധാരണ അത് പള്ളിയോട് ചേർന്നുള്ള ബുക്ക് സ്റ്റോളാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും കർത്താവിനോടൊന്ന് പറയും, എനിക്കൊരു നല്ലൊരു പുസ്തകം കാണിച്ചു തരണമേ. അങ്ങനെ കർത്താവ് കാണിച്ചു തന്ന പുസ്തകമാണിത്. ലെഫ്റ്റ് ടു ടെൽ. അപ്പൊ ഞാനിത് എടുത്ത്, ഇത് ഇമ്മാക്കുലി ഇലി ബഗീസ. ഞാനിത് പകുതിയോളം വായിച്ചു കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് പകുതി വായിച്ചു കഴിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം റുവാണ്ടയിൽ 2 വിഭാഗമായിട്ട് നടന്ന ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഹെയ്റ്റീസും ടുട്ടൂസും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം. 14 ലക്ഷം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. കുറച്ച് സമയത്തിനുള്ളിൽ 14 ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതിനകത്ത് ഇമ്മാക്കുലി ഇലിബഗീസ, അവളുടെ അപ്പനും അമ്മയും 3 സഹോദരങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ക്രൈസ്തവരാണ്. ആ സമൂഹത്തിലുമൊക്കെ അവർ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരാണ്. പെട്ടെന്നൊരു ദിവസം ഇവള് മാത്രം രക്ഷപ്പെടുന്നു, ബാക്കി എല്ലാവരും അപ്രത്യക്ഷരായിരിക്കുന്നു. അവർ കൊല ചെയ്യപ്പെട്ടോ ഇല്ലേ എന്നൊന്ന്, കൊല ചെയ്യപ്പെട്ടിരിക്കാം, അവരെല്ലാം അപ്രത്യക്ഷരായി. അവസാനം ഇവളൊരു പാസ്റ്ററിന്റെ വീട്ടിൽ അഭയം തേടി. അവിടെ ഒരു കുളിമുറിക്കകത്ത് 7-8 യുവതികൾ, ഇവരുടെ ഇതിൽപ്പെട്ട 7-8 യുവതികളെ ആ പാസ്റ്റർ കലാപകാരികളിൽ നിന്ന് സംരക്ഷിച്ച് ചെറിയൊരു കുളിമുറിക്കകത്ത് 8 പേരോളം ആളുകൾ, അതിന്റെ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. ഇവരുടെ അനക്കം കേട്ടാൽ ഇവർ കൊന്നുകളയും. ആളുകൾ വടിവാളും തോക്കും ഗ്രനേഡും ഒക്കെയായി ഇങ്ങനെ ഇവരന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഇവൾക്ക് ആ മുറിക്കകത്ത് അനങ്ങാൻ പോലും നിവൃത്തിയില്ല. 91 ദിവസം ആ മുറിയിൽ പേടിച്ചു വിറച്ച് അവൾ ജീവിക്കുകയാണ്. എപ്പോ കൊന്നുകളെന്ന് അറിയില്ല. പലപ്പോഴും അവരുടെ വീടുകളിൽ വരും, സെർച്ച് ചെയ്യും,
പക്ഷെ ഇവരുടെ ഈ മുറിയുടെ വാതിൽ മാത്രം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവൾ പറയുന്നത് 5 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുക. അപ്പൊ 20 മണിക്കൂറൊക്കെ കർത്താവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ രക്ഷിക്കണമേ. അപ്പൊ പ്രാർത്ഥനകളുടെ ഇടയിൽ സാത്താന്റെ തട്ടിപ്പ്, പ്രലോഭനങ്ങൾ വേറെ, അസുഖങ്ങൾ വേറെ, 20 കിലോളം ശരീരം ക്ഷീണിച്ചു പോയി. ഒരു ദിവസം രാത്രിയിൽ കർത്താവ് സ്വപ്നത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അവൾ പറയുന്നു, നമ്മൾ പടത്തിൽ കാണുന്ന പോലെയല്ല, അതിലുമൊക്കെ ക്ഷീണിച്ച ഒരാളാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അവളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, 1000 നിന്റെ വശത്ത് വീണാലും നീ ഭയപ്പെടേണ്ട എന്ന് ആശ്വസിപ്പിക്കുകയാണ്. അതോടുകൂടി അവർക്ക് പ്രത്യാശ കൈവരികയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഒരു ഇന്റൻസിറ്റി കൂടുന്നു. അപ്പോൾ കർത്താവ് അവളുടെ കൈ പിടിച്ച് അവളെ നടത്തുകയാണ്. അപ്പോൾ ദൈവമുള്ളിടത്ത് പ്രകാശമുണ്ട്. ദൈവമുള്ളിടത്ത് നമ്മുടെ ചുറ്റുപാടുകൾ എന്തു തന്നെ ആയിരുന്നാലും ശുഭാപ്തി വിശ്വാസമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം വെളിച്ചമാണ്, അന്ധകാരത്തിന് ആ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ എത്ര വലിയ അന്ധകാരത്തിലാണെങ്കിലും ദൈവത്തിന്റെ വെളിച്ചം വന്നു കഴിയുമ്പോൾ ആ അന്ധകാര ശക്തികൾ പരാജിതരാകും. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വീണ്ടും സങ്കീർത്തനം 119 105 വാക്യം മുതൽ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു. ഞാൻ അത്യന്തം പീഡിതനാണ് കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പോൾ ഇമ്മാക്കുലിയുടെ ഒക്കെ പോലെ, ഇമ്മാക്കുലിയുടെ ഒക്കെ ജീവിത സാഹചര്യം എത്ര കഠിനമായിരുന്നിരിക്കണം. ഒരു ബാത്റൂമിൽ 8 യുവതികൾ ഒളിച്ചു താമസിക്കുന്നു. ദിവസവും 2ഉം 3ഉം പ്രാവശ്യം കലാപകാരികൾ ആ വീട് അരിച്ചു പറക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന സ്ഥിതി. അങ്ങനെ 91 ദിവസം ക്രിസ്തുവിൽ ആശ്രയിച്ച് ആ അന്ധകാരത്തിനുള്ളിലും ക്രിസ്തുവിന്റെ വെളിച്ചത്താൽ നയിക്കപ്പെട്ട് ഇമ്മാക്കുലി മുന്നോട്ട് നയിക്കപ്പെടുന്നു. നമ്മുടെയൊക്കെ അവസ്ഥകൾ ഇവരുടെ ഈ അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം മെച്ചപ്പെട്ട അവസ്ഥകളിലാണ് നമ്മളിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നു, അന്ധകാര ശക്തികൾക്ക് വിധേയരായി പോകുന്നു. നമുക്ക് കൂടുതൽ എളിമയുള്ളവരാകാം, നമുക്ക് കൂടുതൽ പ്രത്യാശയുള്ളവരാകാം, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാം, ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ നമുക്ക് അതിയായി ആഗ്രഹിക്കാം. അതിന് വിഘ്നമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ സ്വാധീനങ്ങളെയും നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. നമുക്ക് പരിശുദ്ധമായ ജീവിതം, പരിശുദ്ധ രൂപിയാൽ നിറഞ്ഞ്
നമുക്ക് നയിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഏതവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ ഗാഠമായി ആശ്ലേഷിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.